നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാസ്പോർട്ട് കാലാവധി നോക്കാതെ ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് നഷ്ടമായത് വൻതുക. യാത്ര മുടങ്ങിയവരിൽ മലയാളികളും. വിലക്കുറവും അമിതമായി വേണ്ട, നിയമനിർമ്മാണവുമായി UAE. കുവൈറ്റ് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയത് 70,000 പേർ. ഒന്നാമതെത്താൻ അവീർ മാർക്കറ്റ് കൂറ്റൻ ലോജിസ്റ്റിക് കേന്ദ്രമാക്കാൻ പദ്ധതി. വാഹനങ്ങളിൽ ഇ-കോൾ സംവിധാനം ഉടൻ. മരണനിരക്ക് 10% കുറയ്ക്കും. 4 മിനിറ്റിനകം രക്ഷാപ്രവർത്തനം. നവീന ശിലായുഗ കാലഘട്ടത്തിലെ വാസസ്ഥലങ്ങൾ അൽ ഉലയിൽ കണ്ടെത്തി. കോടീശ്വരന്മാരെ ആകർഷിച്ച് UAE. പ്രവചനം ശരിയായാൽ വർഷം 6,000 പേർ എത്തും. പാസ്പോർട്ട് കാലാവധി നോക്കാതെ ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് നഷ്ടമായത് വൻതുക. യാത്ര മുടങ്ങിയവരിൽ മലയാളികളും. അബുദാബിയിൽ പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞതറിയാതെ വിമാനത്താവളത്തിലെത്തിയ മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ പേരുടെ യാത്ര മുടങ്ങി. വേനൽ അവധിക്കാല തിരക്കിനിടെ 5ഉം 10ഉം ഇരട്ടി തുക നൽകി വിമാന ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിലെത്തിയവർക്കാണ് യാത്ര മുടങ്ങിയത്. ചെക്ക് ഇൻ, ഇമിഗ്രേഷൻ കൗണ്ടറുകളിലെ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുമ്പോഴാണ് പലരും ഇത് അറിയുന്നത്. വിമാനം പുറപ്പെടുന്നതിന് 2-3 മണിക്കൂർ മുൻപ് മാത്രം അറിയുന്നതിനാൽ യാത്ര മുടങ്ങുമെന്ന് മാത്രമല്ല, വിമാന ടിക്കറ്റ് തുക തിരിച്ചു കിട്ടുകയുമില്ല. ഇതുമൂലം വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത്. കുടുംബമായി നാട്ടിലേക്ക് പോകുന്നവരിൽ ചെറിയ കുട്ടിയുടെ പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞതിനാൽ യാത്ര തടസ്സപ്പെട്ടവരുണ്ട്. കണ്ണൂർ പുതിയങ്ങാടി സ്വദേശി കരീമിന്റെ 2ാമത്തെ മകളുടെ പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞത് എയർപോർട്ടിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അശ്രദ്ധ മൂലം വലിയ സാമ്പത്തിക ബാധ്യതയാണ് കുടുംബങ്ങൾക്ക് ഉണ്ടായതെന്നും ടിക്കറ്റ് എടുക്കുന്നതിന് മുൻപ് തന്നെ പാസ്പോർട്ട് കാലാവധി ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. തൃശൂർ പുന്നയൂർക്കുളം സ്വദേശികൾക്ക് യാത്രയുടെ തലേദിവസമാണ് പാസ്പോർട്ട് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. ഉടൻ വിമാന ടിക്കറ്റ് റദ്ദാക്കിയതിനാൽ വലിയ നഷ്ടം ഉണ്ടായില്ല. എന്നാൽ നഷ്ടപ്പെട്ട പാസ്പോർട്ട് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ. സ്വദേശി വനിതയായ മുതിർന്ന ഉദ്യോഗസ്ഥയോട് തന്റെ പ്രയാസം നേരിട്ട് അവതരിപ്പിച്ചതോടെയാണ് കാര്യങ്ങൾക്ക് വേഗമുണ്ടായത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. വിലക്കുറവും അമിതമായി വേണ്ട, നിയമനിർമ്മാണവുമായി UAE. UAEയിൽ അശാസ്ത്രീയമായ വിലക്കുറവ് പ്രഖ്യാപിക്കുന്നതിന് വിലക്ക് നിയമം വരുന്നു. കുത്തക നിലനിർത്താനും എതിരാളികളെ മുട്ടുകുത്തിക്കാനും ഉദ്ദേശിച്ച് വളരെ കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് തടയുന്നതാണ് നിയമം. വ്യാപാരം, വികസനം, ഉപഭോക്തൃ താൽപര്യങ്ങൾ എന്നിവയെ ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്ന് സാമ്പത്തിക മന്ത്രാലയം വ്യക്തമാക്കുന്നു. സ്ഥാപനങ്ങൾക്കിടയിൽ ആരോഗ്യകരമായ മത്സരം ഉറപ്പാക്കി വിപണിയിൽ അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുകയാണ് ലക്ഷ്യം. വ്യാപാരികളുടെയും ഉപഭോക്താക്കളുടെയും അവകാശങ്ങൾ ഒരുപോലെ സംരക്ഷിക്കാൻ പുതിയ നിയമത്തിലൂടെ സാധിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം പ്രാദേശിക വിപണിയിലെ ലയനങ്ങളും ഏറ്റെടുക്കലുകളും നിയന്ത്രിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. നിയമലംഘനം തടയാൻ പരിശോധന ശക്തമാക്കും. നിയമലംഘകർക്ക് പിഴ ഉൾപ്പെടെ കടുത്ത ശിക്ഷ ഉണ്ടാകുമെന്ന് സാമ്പത്തിക മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അബ്ദുല്ല അഹമ്മദ് അൽ സ്വാഹിബ് പറഞ്ഞു. ആരോഗ്യകരമായ വ്യാപാര അന്തരീക്ഷമൊരുക്കി എല്ലാ വിഭാഗം സ്ഥാപനങ്ങൾക്കും നിയമവിധേയമായി പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുകയാണ് ലക്ഷ്യം. സ്ഥാപനങ്ങളുടെ പ്രവർത്തന രീതിയും പ്രമോഷൻ, ആദായ വിൽപ്പന തുടങ്ങിയവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന നിയമം മന്ത്രിസഭ അംഗീകരിക്കുന്നതോടെ പ്രാബല്യത്തിൽ വരും. 10 വർഷത്തിലധികം സമ്പദ് വ്യവസ്ഥയുടെ ആഗോള കേന്ദ്രമായി UAE മാറ്റുന്നതിനുള്ള മുന്നോടിയായുള്ള നടപടിയാണ് ഇത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. കുവൈറ്റ് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയത് 70,000 പേർ. കുവൈറ്റിൽ 3.5 മാസം നീണ്ട പൊതുമാപ്പ് 70,000 പേർ പ്രയോജനപ്പെടുത്തി. 1.2 ലക്ഷം അനധികൃത താമസക്കാർ കുവൈത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പൊതുമാപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള കണക്ക്. ഇതിൽ പകുതിയിലേറെയും പേർ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി രാജ്യം വിടുകയോ താമസം നിയമവിധേയമാക്കുകയോ ചെയ്തു. ശേഷിച്ചവരെ കണ്ടെത്താനുള്ള പരിശോധന ഊർജിതമാക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അനധികൃതമായി ആരെയും കുവൈറ്റിൽ തുടരാൻ അനുവദിക്കില്ലെന്നും പിടിക്കപ്പെടുന്നവരെ ശിക്ഷയ്ക്ക് ശേഷം നാട് കടത്തുമെന്നും വ്യക്തമാക്കി. നിയമോല്ലംഘകരെ പാർപ്പിക്കുന്നതിന് 3,500 പേരെ വീതം ഉൾക്കൊള്ളാവുന്ന 4 കേന്ദ്രങ്ങൾ സജ്ജമാക്കി.
നിയമലംഘകർക്ക് ശിക്ഷ കൂടാതെ രാജ്യം വിടാനോ താമസം നിയമവിധേയമാക്കാനോ ആയി ആരംഭിച്ച പൊതുമാപ്പ് ജൂൺ 30-നാണ് സമാപിച്ചത്. ന്യൂസ് ഡെസ്ക് സഹിയ ന്യൂസ്, കുവൈറ്റ്. ഒന്നാമതെത്താൻ അവീർ മാർക്കറ്റ്, കൂറ്റൻ ലോജിസ്റ്റിക് കേന്ദ്രമാക്കാൻ പദ്ധതി. ലോകത്തിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് കേന്ദ്രമാകാൻ ദുബായ്. അവീറിലെ പഴം പച്ചക്കറി മാർക്കറ്റിനെ ഇരട്ടി വലിപ്പത്തിലും അത്യാധുനിക സംവിധാനത്തോടെയും ആഗോള കേന്ദ്രമാക്കി വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇത് സംബന്ധിച്ച് ധാരണാപത്രത്തിൽ DP വേൾഡും ദുബായ് മുനിസിപ്പാലിറ്റിയും ഒപ്പുവച്ചു. ലോകത്തിന്റെ ആവശ്യമറിഞ്ഞ് ഭാവി മുന്നിൽ കണ്ടാണ് ലോജിസ്റ്റിക് കേന്ദ്രം പണിയുന്നത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ആഗോള രാജ്യങ്ങളുമായുള്ള വ്യാപാരം കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷ. ദുബായ് വഴി ഇതര രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയും പുനർകയറ്റുമതിയും വർദ്ധിപ്പിക്കുവാനും ഇതിലൂടെ സാധിക്കുമെന്ന് ഷെയ്ഖ് മക്തൂം പറഞ്ഞു. ആഗോള നിലവാരത്തിൽ സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന ലോജിസ്റ്റിക് കേന്ദ്രം ആഗോള കമ്പനികളെ ആകർഷിക്കും. ഇതുവഴി മികച്ച നിക്ഷേപ വാണിജ്യ അവസരം ഒരുങ്ങും. രാജ്യാന്തര ശൃംഖലകളുള്ള DP വേൾഡ് കേന്ദ്രത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതോടെ ക്രയവിക്രയത്തിലും വേഗം കൂടും. ഇതിന് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളോടെ ആകും പ്രവർത്തനം തുടങ്ങുക. ദുബായിൽ നടന്ന ചടങ്ങിൽ DP വേൾഡ് ഗ്രൂപ്പ് ചെയർമാനും CEO-യും ആയ സുൽത്താൻ അഹമ്മദ് ബിൻ സുലായും ദുബായ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ ദാവൂദ് അൽ ഹജ്രിയുമാണ് കരാറിൽ ഒപ്പിട്ടത്. ന്യൂസ് ഡെസ്ക് സഹിയ ന്യൂസ്, ദുബായ്. വാഹനങ്ങളിൽ ഇ-കോൾ സംവിധാനം ഉടൻ. മരണനിരക്ക് 10% കുറയ്ക്കും. 4 മിനിറ്റിനകം രക്ഷാപ്രവർത്തനം. അബുദാബിയിൽ അടിയന്തര ഘട്ടത്തിൽ വിളിക്കാനുള്ള ഇ-കോൾ സംവിധാനം വാഹനങ്ങൾ സജ്ജമാക്കുന്നതിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. മരണസംഖ്യ 10% വരെ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി. ഇതുവഴി 4 മിനിറ്റിനകം രക്ഷാപ്രവർത്തനം സാധ്യമാകും. അടിയന്തര സേവനങ്ങളുടെ പ്രതികരണ സമയം 40% കുറയ്ക്കാനും ഇ-കോൾ സംവിധാനത്തിലൂടെ സാധിക്കും. ഇ-കോൾ സംവിധാനം സ്ഥാപിച്ച വാഹനത്തിന് ഗുരുതര അപകടമുണ്ടായാൽ ഉടൻ പോലീസിന് അടിയന്തര സന്ദേശം അയക്കും. വാഹനത്തിന്റെ മോഡൽ, സ്ഥലം, വാഹനത്തിലെ യാത്രക്കാരുടെ എണ്ണം, ഏതിനം ഇന്ധനം എന്നിവ ഉൾപ്പെടെയാണ് വിവരങ്ങൾ പോലീസിന് കൈമാറുക. പരീക്ഷണാർത്ഥം 2021 അബുദാബിയിൽ അവതരിപ്പിച്ച ഇ-കോൾ സംവിധാനം മരണനിരക്ക് 10% വരെയും പരിക്ക് 15% വരെയും കുറയ്ക്കാമെന്ന് കണ്ടെത്തി. എമിറേറ്റിൽ വാഹനാപകടങ്ങളും മരണവും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് എല്ലാ വാഹനങ്ങളിലും ഇ-കോൾ സംവിധാനം വ്യാപിപ്പിക്കാൻ അനുമതി നൽകിയത്. ന്യൂസ് ഡെസ്ക് സഹിയ ന്യൂസ്, അബുദാബി. നവീന ശിലായുഗ കാലഘട്ടത്തിലെ വാസസ്ഥലങ്ങൾ അൽ ഉലയിൽ കണ്ടെത്തി. ജിദ്ദയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ ജീവിച്ചിരുന്ന വാസസ്ഥലങ്ങൾ അൽ ഉലയിൽ കണ്ടെത്തി. റോയൽ കമ്മീഷൻ ഫോർ അൽ ഉല നേതൃത്വം നൽകുന്ന രാജ്യാന്തര പര്യവേഷണ സംഘമാണ് നവീന ശിലായുഗ കാലഘട്ടത്തിൽ നിന്നുള്ളതെന്ന് കരുതുന്നു. ഈ കണ്ടെത്തലുകൾ നടത്തിയത് സിഡ്നി യൂണിവേഴ്സിറ്റിയിലെ പുരാവസ്തു ഗവേഷകനായ ജെയ്സൺ മക്മഹോണിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഗവേഷണം ഈ മാസം 2-ന് പിയർ റിവ്യൂഡ് ലെവന്റ് ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 4 മുതൽ 8 മീറ്റർ വരെ വ്യാസമുള്ള വൃത്താകൃതിയിലുള്ള ഇരട്ട ശിലാഫലകങ്ങളാണ് കണ്ടെത്തിയത്. ഈ പ്രദേശത്തെ നിവാസികൾ കന്നുകാലികളെ മേയ്ക്കുകയും ആഭരണ നിർമ്മാണത്തിൽ ജോലി ചെയ്യുകയും വ്യാപാരത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നതായി ഗവേഷണം സൂചിപ്പിക്കുന്നു. അല്ലുല മേഖലയിലെ ഹരിത് ഉബൈദിൽ ഇത്തരം 431 വൃത്തങ്ങളാണ് സംഘം പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. 11 മീറ്റർ ആഴത്തിൽ ഇവിടങ്ങളിൽ കുഴിക്കുകയും 52 സർവേകൾ നടത്തുകയും ചെയ്തു. ഈ പഠനം വടക്കു പടിഞ്ഞാറൻ അറേബ്യൻ ജീവിതത്തിന്റെ ആദ്യകാല അനുമാനങ്ങളെ വ്യക്തമാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ടെത്തലുകൾ നിയോലിത്തിക് ഭൂതകാലത്തെക്കുറിച്ചുള്ള അറിവിനെ കൂടുതൽ വികസിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. ആ ജനത എങ്ങനെ ജീവിക്കുകയും ഇടപഴകുകയും ചെയ്തുവെന്നത് ഈ ഗവേഷണം വെളിപ്പെടുത്തുന്നുണ്ട്. കോടീശ്വരന്മാരെ ആകർഷിച്ച് UAE. പ്രവചനം ശരിയായാൽ വർഷം 6000 പേർ എത്തും. അബുദാബിയിൽ ആഗോള കോടീശ്വരന്മാരുടെ ലക്ഷ്യകേന്ദ്രമായി UAE മാറുന്നു. വർഷത്തിൽ 6000 പേർ വീതം 5 കൊല്ലത്തിനിടെ 30,000 കോടീശ്വരന്മാർ UAE-യിലെത്തുമെന്നാണ് റിപ്പോർട്ട്. സ്വിസ് ബാങ്ക് UBS പുറത്തുവിട്ട ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം ലോകത്ത് $10 ലക്ഷം ആസ്തിയുള്ള 2,02,221 കോടീശ്വരന്മാരുണ്ട്. 2028 ഇത് 15% വർദ്ധിച്ച് 2,32,067 ഉയരുമെന്നാണ് സൂചന. UK, ഇന്ത്യ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് വൻതോതിൽ നിക്ഷേപം UAE-യിലേക്ക് എത്തുമെന്നാണ് പ്രവചനം. നികുതി ഇളവ്, ഗോൾഡൻ വിസ, ആഡംബര ജീവിതശൈലി, സുരക്ഷ,
ലോകത്തിന്റെ ഏതു ഭാഗത്തേക്കും എളുപ്പത്തിലെത്താവുന്ന വിധം കണക്ടിവിറ്റി എന്നിവയാണ് UAEയുടെ ആകർഷണം. ഇന്ത്യ, മധ്യപൂർവ്വദേശം, റഷ്യ, ആഫ്രിക്ക രാജ്യങ്ങളിൽ നിന്ന് ഈ വർഷം 6700 കോടീശ്വരന്മാർ UAEയിലെത്തുമെന്ന് നേരത്തെ ഹെല്ലി ആൻഡ് പാർട്ട്നേഴ്സ് സർവേയും പ്രവചിച്ചിരുന്നു. ജർമ്മനി, ഹംഗറി, ഖത്തർ, സിംഗപ്പൂർ, സ്പെയിൻ, പോർച്ചുഗൽ, ഇറ്റലി, ചൈന, ഗ്രീസ്, നെതർലൻഡ്, UK എന്നീ രാജ്യങ്ങളെക്കാൾ കോടീശ്വരന്മാരുടെ കുടിയേറ്റം UAEയിലേക്കായിരിക്കും. തൈവാൻ, തുർക്കി, കസാക്കിസ്ഥാൻ, ഇന്തോനേഷ്യ, ജപ്പാൻ എന്നീ രാജ്യങ്ങളും കോടീശ്വരന്മാരെ ആകർഷിക്കുന്നതിൽ തൊട്ടുപിന്നിലുണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.